നമ്മൾ കലോത്സവ നഗരിയിലേക്ക് പോവുകയാണ്. അവിടെ ഊട്ടുപുരയിൽ നിന്ന് സലീം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ്. മന്ത്രിമാരടക്കമുള്ളവർ അവിടുത്തെ ഊട്ടുപുരയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. സലീമ, ഒന്നാം ദിവസം കലോത്സവ നഗരി, കലോത്സവ വേദികളൊക്കെ സജീവമാണ്. 1 മണിയായപ്പോഴേക്കും ഊട്ടുപുരയും സജീവമായി. എന്തൊക്കെയാണ് സലീമ വിവരങ്ങൾ? വിജയകുമാർ, മന്ത്രിമാരടക്കമുള്ളവർ 2 മന്ത്രിമാർ ഇവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയിട്ടുണ്ട്. അതൊന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്, മറ്റൊന്ന് മന്ത്രി GR അനിലാണ്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA-യും ഇവിടെ ഭക്ഷണം കഴിക്കാനായി എത്തിയിട്ടുണ്ട്. നിരവധി കുട്ടികളും ഈ ഭക്ഷണപ്പുരയിലുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ നേരിട്ടുമാണ്. മന്ത്രി ഭക്ഷണം കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. എങ്കിലും ഒറ്റ ചോദ്യം, എങ്ങനെയുണ്ട് രുചികരമായ ഭക്ഷണം? നല്ല രുചികരമായ ഭക്ഷണം വെജിറ്റേറിയൻ എന്ന നിലയിൽ ഏറ്റവും നന്നായി മോഹനൻ നമ്പൂതിരി തയ്യാറാക്കിയിരിക്കുകയാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ. മന്ത്രി വി ശിവൻകുട്ടിയോടുകൂടി ഇപ്പോൾ നമ്മളൊരിക്കൽ സംസ്ഥാന സ്കൂൾ കായിക വേളയിൽ ഇതേപോലെ പഴയിടത്തിന്റെ ഒരു ഊട്ടുപുരയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചതാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. എല്ലാ ഇനങ്ങളും നല്ല രുചിയുണ്ട്. നന്നായി തന്നെ പാചകം ചെയ്തിട്ടുണ്ട്. അതാണ് വിജയകുമാർ. അതുപോലെ തന്നെ നിരവധി കുട്ടികളും ഈ മന്ത്രിമാർക്കൊപ്പം തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മന്ത്രിക്കൊപ്പമാണ് ഭക്ഷണം. എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? പുതിയൊരു എക്സ്പീരിയൻസ്. മന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ? സാധാരണയിൽ നമ്മൾ കുഴച്ചടിക്കും, ഇപ്പൊ അതിന് പറ്റുന്നില്ല. എല്ലാ ക്യാമറ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ക്യാമറ ഒരു പ്രശ്നമാണോ? നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ? കുട്ടികൾക്ക് പക്ഷേ മന്ത്രിയുമായുള്ളൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത്രയധികം ക്യാമറയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഈ നിലയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും കലോത്സവ നഗരിയിൽ വലിയ തിരക്കുണ്ട്. അതിന്റെ വലിയ വിശാലമായ പുത്തരിക്കണ്ടം മൈതാനത്തിലെ ആണ് ഇത്തവണ ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെയും വിശാലമായ ഊട്ടുപുരയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാതെ തന്നെ എന്നാൽ പരമാവധി ആളുകളെ എത്തിച്ച് കഴിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യ ദിവസം സ്പെഷ്യൽ പാൽപ്പായസമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 വിജയകുമാർ, ഇന്നത്തെ സ്പെഷ്യൽ പാൽപ്പായസമാണ്. അത് ആസ്വദിച്ച് ഇവിടെ കുട്ടികൾ കുടിക്കുന്നുമുണ്ട്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ് എന്നുള്ളതാണ്. കുട്ടികളോട് കുശലം പറഞ്ഞൊക്കെയാണ് മന്ത്രി കഴിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളോട് ഇപ്പോൾ മന്ത്രി തന്നെ കുശലം ചോദിക്കുന്നത്. ആ നിലയിൽ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനായി ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കൂടി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സാധാരണ കലോത്സവ വേദികളിൽ നിന്നൊരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുത്തരിക്കണ്ടം മൈതാനമാണ്. അത്രയും വിശാലമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഊട്ടുപുര തയ്യാറാക്കിയപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാത്ത സാഹചര്യം എന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ നമുക്ക് ഒന്നുകൂടി മന്ത്രിയിലേക്ക് തന്നെ പോകാം. ഞാൻ ചോറ് കഴിച്ചു, അവിയൽ കഴിച്ചു, തോരൻ കഴിച്ചു, അച്ചാർ കഴിച്ചു, പായസം കഴിച്ചു. എന്റെ അടുത്തിരുന്ന മോളും കുട്ടികളെല്ലാം പറയുന്ന ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല പായസം എന്നാണ്. ശരി സലീം, എന്തായാലും ഊട്ടുപുരയിൽ ഊണ് തകൃതിയായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേക ഭക്ഷണം എന്ന് വെച്ചാൽ പാൽപ്പായസമുണ്ട്. അതിൻ്റെ കൂടെ ബോളി കൂടി ഉണ്ടോ എന്ന് ചോദിക്കണമായിരുന്നു. സലീം അപ്പോൾ മന്ത്രിയോട് സംസാരിക്കാൻ പോയതുകൊണ്ട് നമ്മൾ അത് അടുത്ത തവണത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്.